Hi friends, POCO F1 എന്ന ഫോണിനെ നമുക്കറിയാം 2018 ടോപ്പ് ഓഫ് ദ ഇയർ അല്ലെങ്കിൽ ബെസ്റ്റ് ഫോൺ എന്ന രീതിയിൽ വിലയിരുത്തപ്പെട്ടിട്ടുള്ള ഒരു ഫോണാണ് POCO F1. അതിൻ്റെ അപ്ഡേഷനായ POCO F2 വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ എക്സ്പെക്റ്റേഷൻസ് വളരെ വലിയ നിലയിലാണ്. വളരെയധികം ഹൈപ്പിലാണ് ഈ ഫോൺ വരാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന എക്സ്പെക്റ്റേഷനൊക്കെ മീറ്റ് ചെയ്യുന്ന തരത്തിലാണോ ഈ ഫോൺ വരാൻ പോകുന്നത്? അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോഴത്തെ കമ്പനികൾ ഇറക്കുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രം, പ്രത്യേകിച്ചും ഇതിൻ്റെ ഫാൻസിനിടയിൽ ഇറക്കുന്ന ഒരു തന്ത്രം, അത് ഇതിൻ്റെ കാര്യത്തിലും വരുമോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാണ്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു പ്രതാപ് ജി ടെക്. ഹായ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. POCO F1 ഒരു മികച്ച ഫോണാണെന്ന് നമുക്കറിയാം. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. റിവ്യൂ വീഡിയോസ് എല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 845, ആൻഡ്രോയിഡ് 8 ഓറിയോ, അതേപോലെ തന്നെ MIUI 10 ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് 9 അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഫോണിൻ്റെ ഇപ്പോഴത്തെ പ്രധാന ആകർഷണ ഘടകങ്ങൾ. അപ്പോൾ ഒരു നല്ല ഫോൺ, അതിൻ്റെ അപ്ഡേഷനായിട്ട് POCO F2 വരുന്നു. ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇപ്പോഴത്തെ കമ്പനികളുടെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു പുതിയ മാർക്കറ്റിംഗ് തന്ത്രം, പ്രത്യേകിച്ചും ഫാൻസിനിടയിൽ ആ ഒരു ബ്രാൻഡിനെ അല്ലെങ്കിൽ ആ ഒരു മോഡലിനെ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന, അതിൻ്റെ അപ്ഡേഷൻ വന്നാൽ എടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന കുറേ ആൾക്കാർക്കിടയിൽ ആൾക്കാരുടെ ഒരു താല്പര്യം മുതലെടുത്തുകൊണ്ട് ഒരു മാർക്കറ്റിംഗ് തന്ത്രം നടത്തുന്നുണ്ട്. ആരും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു. ഇപ്പോൾ Realme 1 എന്ന ഫോൺ ഇറങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു നല്ല ഫോണാണ്. Realme 2 അതിൻ്റെ അപ്ഡേഷനായിട്ട് വരുമ്പോൾ Realme 1 ഇഷ്ടപ്പെട്ട എല്ലാവരും തന്നെ അതിൻ്റെ അപ്ഡേഷൻ വരുമ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നല്ലൊരു ഫോണായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ Realme 2 വന്നു. പക്ഷേ അത് അത്ര വലിയൊരു അപ്ഡേഷൻ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? പിന്നീട് വന്ന Realme 2 Pro ആണ് യഥാർത്ഥ അപ്ഡേഷൻ. ഒരു നല്ല ഫോണായിരുന്നു. അതേപോലെ തന്നെ Redmi Note 4 എന്ന ഫോണിൻ്റെ നല്ലൊരു അപ്ഡേഷൻ ആയിരുന്നു Redmi Note 5 ആയിരുന്നു. അല്ല, നമുക്കറിയാം Redmi Note 5 എന്ന ഫോൺ സെയിം 5 മെഗാപിക്സൽ സെൽഫി ക്യാമറയും സ്നാപ്ഡ്രാഗൺ 625 വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നത്. അപ്പോൾ Note 5 ആ സെയിം പേരിൽ അപ്ഡേഷനായിട്ട് വരുന്ന ഫോൺ ഒരു വലിയ അപ്ഡേഷൻ ഒന്നും ആയിരുന്നില്ല. Note 5 Pro ആയിരുന്നു ശരിക്കുള്ള അപ്ഡേഷൻ. Note 5 Pro കഴിഞ്ഞിട്ട് അതൊരു നല്ല ഫോണായി ഹിറ്റായി മാറി. അതിൻ്റെ ഒരു അപ്ഡേഷൻ Note 6 Pro ആണ് വന്നത്. സെയിം പ്രോസസ്സറും സെയിം സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. വലിയ അപ്ഡേഷൻ ഒന്നും അതിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഒരു ടോപ്പായ ഒരു ഫോൺ, ഒരു ബെസ്റ്റ് സെല്ലിംഗ് ഒരു ഫോൺ എന്ന നിലയിൽ ഒരു നല്ല ഫോൺ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തതായിട്ട് ഇറക്കുന്നത് അത്ര നല്ലൊരു അപ്ഡേഷൻ അല്ല. അത് ബഡ്ജറ്റ് റേഞ്ചിൽ മാത്രമല്ല, OnePlus 6ൻ്റെ കാര്യം നോക്കിയാലും നമുക്കറിയാം OnePlus 6 ഒരു മികച്ച ഫോണായിരുന്നു. 6Tയിലേക്ക് വരുമ്പോൾ, അടുത്ത അപ്ഡേഷൻ വരുമ്പോൾ അത്ര കാര്യമായ ഒരു കാര്യങ്ങളൊന്നും അതിനകത്ത് ചേഞ്ച് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ ഒരു ഫോണിന് ഇപ്പോൾ Redmi Note 5 Pro ആയാലും OnePlus 6 ആയാലും ഏറ്റവും അധികം ആൾക്കാർ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോണാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന രീതിയിൽ ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൾക്കാർ ചാടിക്കയറിയത് വാങ്ങിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. കമ്പനികൾക്ക് നല്ലവണ്ണം അറിയാം. അതൊരു സൈക്കോളജിക്കൽ മൂവും കൂടിയാണ്. സാധാരണ ഫാൻസിനിടയിൽ, പ്രത്യേകിച്ചും അത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഫാൻസൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത അപ്ഡേഷൻ വാങ്ങിക്കും. അപ്പോൾ ഈ ചെറിയൊരു അപ്ഡേഷൻ വെച്ചുകൊണ്ട് ഇറക്കിയാൽ പോലും അതിനവിടെ സെയിൽ ഉണ്ടാവും എന്നറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ഇറക്കുന്നത്. അപ്പോൾ ഫാൻസൊക്കെ പ്രത്യേകിച്ചും ചാടിക്കയറി ഇത് വാങ്ങിക്കും. അതിന് ശേഷം അവർ ശരിക്കുള്ള അപ്ഡേഷൻ അങ്ങ് ഇറക്കും. അത് ഇറക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നല്ല അപ്ഡേഷൻ എന്ന് കാണും. അപ്പോൾ അത് വാങ്ങിക്കാനും ആൾക്കാർ തയ്യാറാണ്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഈ ഒറിജിനൽ അപ്ഡേഷൻ്റെയും യഥാർത്ഥ ഫോണിൻ്റെയും ഇടയിൽ ഒരു ചെറിയ ഐറ്റം ഇറക്കിക്കൊണ്ട് അവിടെ ഒരു മാർക്കറ്റ് പിടിക്കുകയാണ് കൂടുതൽ ആ ഫോൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ. അപ്പോൾ കമ്പനികൾ ഇത്തരത്തിലൊരു തന്ത്രം ധാരാളമായിട്ട് ഇറക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ഞാനിവിടെ മെൻഷൻ ചെയ്തതിൻ്റെ കാരണം ഇതിപ്പോൾ പല ബ്രാൻഡുകളും ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ വിഡ്ഢിയാക്കപ്പെടും. യഥാർത്ഥ അപ്ഡേഷൻ നമുക്ക് കിട്ടില്ല. നമ്മൾ ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് ചാടിക്കറി അടുത്ത ഫോൺ വാങ്ങിക്കുമ്പോൾ കമ്പനികളുടെ മാർക്കറ്റിംഗ് തന്ത്രത്തിൽ നമ്മൾ വീണു പോവുകയാണ് ചെയ്യുക. അല്ലാതെ നമുക്ക് നല്ലൊരു അപ്ഡേഷൻ നമുക്ക് അവിടെ കിട്ടില്ല എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു ബ്രാൻഡിനെ ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് POCO F2ൻ്റെ കാര്യത്തിലേക്ക് വരാം. POCO F1 അപേക്ഷിച്ച് F2 നല്ലൊരു അപ്ഡേഷനാണ്. ഗീക്ക് ബെഞ്ച് സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിശ്ചയിക്കപ്പെടുന്നത്. ഗീക്ക് ബെഞ്ച് സ്കോർ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? ഈ പ്രൊസസ്സറുകൾ, സ്നാപ്ഡ്രാഗണിൻ്റെ പ്രൊസസ്സർ അല്ലെങ്കിൽ ഈ പറയുന്ന ഫോണുകളിലുള്ള ആ ഒരു പ്രൊസസ്സർ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു ടെസ്റ്റാണത്. ബേസിക്കലി അതൊരു ടെസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് ഇത് എത്രത്തോളം ഉണ്ട്, ഇതിൻ്റെ ഒരു ക്വാളിറ്റി, പെർഫോമൻസ് എന്നൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ളൊരു ടെസ്റ്റാണ് ഗീക്ക് ബെഞ്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ റിസൾട്ട് വെച്ചുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിരിക്കുകയാണ്. സംഗതി ഇതാണ്. സ്നാപ്ഡ്രാഗൺ 845 തന്നെയാണ്. ആൻഡ്രോയിഡ് 9 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരാൻ പോകുന്നത്. MIUI 10 ആയിരിക്കും. 6GB റാം ഉണ്ടായിരിക്കും. 8GB റാം ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ കൺഫേം ആയിട്ടും നമുക്കറിയാൻ കഴിഞ്ഞപ്പോൾ. ഇതൊന്ന് ചിന്തിച്ച് നോക്കാം. നമുക്ക് ഇപ്പോഴത്തെ POCO F1ൻ്റെ ഒരു അവസ്ഥ, അതിനകത്ത് സ്നാപ്ഡ്രാഗൺ 845 ഉണ്ട്. MIUI 10 അപ്ഡേഷൻ കിട്ടിക്കഴിഞ്ഞു. ആൻഡ്രോയിഡ് 9 Pie വന്നുകൊണ്ടിരിക്കുന്നു. 6GB റാം 8GB റാം വേരിയൻറ്റുകളൊക്കെ അതിനകത്തുണ്ട്. ഈ സെയിം സംഭവങ്ങൾ തന്നെയാണ് ഈ F2 എന്ന ഫോണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഇതേ സെയിം സംഭവങ്ങൾ തന്നെയാണ്.
അപ്പോൾ ഇവിടെ വലിയ അപ്ഡേഷൻ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇനി എന്താണ് അപ്ഡേഷൻ? സ്നാപ്ഡ്രാഗൺ 855 വെക്കണം. അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആവുന്ന കാര്യങ്ങളാണ്. 845 തന്നെയാണെങ്കിലും അത് ബെസ്റ്റ് പെർഫോമർ തന്നെയായിരിക്കും. അപ്പോൾ പിന്നെ ഇവിടെ വലിയ അപ്ഡേഷൻ ഒന്നും ഇല്ലെങ്കിലും ബാക്കിയുള്ള മേഖലകളിൽ കാര്യമായ അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കിതൊരു നല്ല അപ്ഡേഷൻ ആയിരിക്കും. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർത്തെടുക്കുക. കാരണം ഇതൊരു നല്ല അപ്ഡേഷൻ ആയിരിക്കും. കാരണം ഈ 1 നല്ല ഹൈപ്പിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഒരു ഫാൻസിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊരു അത്ര അപ്ഡേഷനൊന്നും തരാതെ ഒരു സ്ലൈറ്റ്ലി അപ്ഡേഷൻ മാത്രം കൊടുത്തുകൊണ്ട് ഒരു ഫോൺ ഇറക്കി അവരെ പറ്റിക്കാൻ സാധ്യതയുണ്ടോ? എന്തായാലും അത് നമുക്ക് കാത്തിരുന്ന് കാണാം. എങ്കിലും ഈ പറയുന്ന പെർഫോമൻസിൻ്റെ ഒപ്പം തന്നെ ഇതിൽ വരേണ്ടുന്ന ഫീച്ചറുകൾ, മിനിമം ആയിട്ട് വരേണ്ടുന്ന ഫീച്ചർ എന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ, ഒന്ന് നല്ല സ്ക്രീൻ ഉണ്ടാവണം. ഓൾറെഡി നമ്മൾ കേട്ടു പോക്കോ F1 സ്ക്രീൻ ബ്ലീഡിങ് പോലുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്. പിന്നെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ അത്ര നല്ലതല്ല. വലിയ നോച്ച്, താഴെ വലിയ ചിഹ്ന്, ആ ബെസിൽസ് ഒക്കെ ഇത്തിരി കൂടുതലാണ്. സൈഡ് ബെസിൽസ് ആയാലും ഒക്കെ ഇത്തിരി കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നല്ലൊരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉള്ള നല്ലൊരു ഡിസ്പ്ലേ, അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയ നല്ലൊരു ഡിസൈനും, കുറച്ചും കൂടി ഫാസ്റ്റ് ചാർജിങ്, കുറച്ചും കൂടി നല്ലൊരു ഫാസ്റ്റ് ചാർജിങ്ങും, ബാറ്ററി ലൈഫ് കുറച്ചും കൂടി കൂടുതൽ കിട്ടും. 4000 mAh എന്ന് പറയുന്ന ബാറ്ററി നല്ലൊരു ബാറ്ററിയാണ്. പക്ഷേ പോക്കോ F1 ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം, ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുടെ കയ്യിലൊക്കെ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു അനുഭവത്തിൽ 3500 mAh ഒരു പവറേ അതിന് കിട്ടുന്നുള്ളൂ. അതിപ്പോൾ MI 10ൻ്റെ കുഴപ്പമാണെന്നൊന്നും അറിയില്ല. എങ്കിലും ബാറ്ററി ലൈഫ് കമ്പാരിറ്റീവ്ലി കുറവ് തന്നെയാണ്. 3500 ഒരു പവറേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ശരിയാക്കി കൊണ്ടൊരു 4000 mAh പവർ തന്നെ കിട്ടാവുന്ന തരത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തരക്കേടില്ലാത്ത അപ്ഡേഷൻ എന്ന് പറയാം. എന്ന് വെച്ചാൽ നല്ലൊരു ഡിസൈനും നല്ല ഡിസ്പ്ലേ, സ്ക്രീൻ ടു ബോഡി റേഷ്യോ, ചെറിയ നോച്ച്, അതൊക്കെ ഡിസൈൻ്റെ ഭാഗത്ത് വരുന്ന ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഡിസൈൻ്റെ ഭാഗത്തുള്ള ഇമ്പ്രൂവ്മെൻറ്റും നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി, ഈ പറഞ്ഞ ഫാസ്റ്റ് ചാർജിങ്ങും ബാറ്ററി ലൈഫും കൂടി കിട്ടിയാൽ തരക്കേടില്ലാത്ത നല്ലൊരു പോക്കോ F2 എന്ന് നമുക്ക് പറയാം. കാരണം F1ൻ്റെ മൈനസ് പോയിന്റുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ മൈനസുകളൊക്കെ പ്ലസ് ആക്കിയാൽ നല്ലൊരു ഫോണായി മാറും. അപ്പോൾ ഇതിന് വലിയൊരു പൈസകളും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ 20,000 രൂപയ്ക്ക് എന്നുള്ളത് 30,000 രൂപയൊന്നും എന്തായാലും ആക്കേണ്ടി വരില്ല ഈ കാര്യങ്ങൾ ചെയ്യാൻ. ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻറ്റേ പൈസയിൽ വരുള്ളൂ. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഒരു അപ്ഡേഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് F2 വരുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു നല്ല ഫോൺ തന്നെയായിരിക്കും F2. പക്ഷേ എക്സ്പെക്ടേഷൻസ് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഒരുപാട് പേര് പറയുന്നത് വാട്ടർ ഡ്രോപ്പ്, നോച്ച് അടക്കമുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്, ട്രിപ്പിൾ ക്യാമറ ഉണ്ടായിരിക്കും, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതൊന്നും അത്ര അടിസ്ഥാനമുള്ള കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ടാണ് നമ്മൾ അതൊന്നും ഇവിടെ പറയാത്തത്. ഈ പറയാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ പെർഫോമൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്നാപ്ഡ്രാഗൺ 845 തന്നെയാണ്. 6GB RAM, 8GB RAM, ഒപ്പം തന്നെ MI 10, Android 9 ഇത്രയും കാര്യങ്ങൾ കൺഫേം. വേണ്ടത് ഈ കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ ലോഞ്ചിങ് ജനുവരി, ഫെബ്രുവരി കാലഘട്ടത്തിലായിരിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അത് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ നോക്കാം, അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുവഴി പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.